പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ പിപ്പോ ഷിഫ്റ്റ് രജിസ്റ്ററിനെ പറ്റിയാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടുള്ള ഇൻപുട്ടും ഉണ്ട്, പാരലൽ ആയിട്ട് ഔട്ട്പുട്ടും ഉണ്ട്, പിന്നെ അത് കൂടാതെ ക്ലോക്ക് ഇൻപുട്ടും ഉണ്ട്. ഇനി അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ ഒരു ഫിഗറിലുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ സിങ്ക്രണസ് ആയിട്ടുള്ള ക്ലോക്ക് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഷിഫ്റ്റ് രജിസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടും പാരലൽ ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും പാരലൽ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ, അതായത് സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ടിന്റെ ഒക്കെ കേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കേസിൽ നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഡി എന്ന് പറയുന്ന ഇൻപുട്ട് 1011 ഇതാണ് നമ്മുടെ കയ്യിൽ ഡി എന്ന് പറയുന്ന ഇൻപുട്ട് എങ്കിൽ ആദ്യം ഇരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ 1 എന്ന് പറയുന്ന ഈ MSB കൊടുത്തു. ദെൻ തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് 0 കൊടുത്തു, തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് 1 കൊടുത്തു, തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് 1. ഈ 1011 എന്ന് പറയുന്നത് 4 ബിറ്റ് ഇൻപുട്ടിന്റെ 4 ബിറ്റും ഒരുമിച്ച് അറ്റ് എ ടൈം നമ്മൾ ഈ രജിസ്റ്ററിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ദെൻ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ മതി. ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഇൻപുട്ടിൽ എന്താണോ കൊടുത്തേക്കുന്നത് അത് അതുപോലെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇനിഷ്യലി നമ്മുടെ Q3യും Q2യും Q1യും Q0 ഒക്കെ 0 ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് ഡേറ്റയെ 1011 എന്ന് പറയുന്നത് ഈ രജിസ്റ്ററിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഇൻപുട്ട് ആയിട്ട് ഓരോ ബിറ്റ് വീതം കൊടുത്തു. ഒരു ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ എന്ത് കൊടുത്തോ അത് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ നമുക്ക് Q3 1 എന്ന് കിട്ടും, Q2 0 എന്ന് കിട്ടും, Q1 1 എന്ന് കിട്ടും, Q0യും 1 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കേസിൽ നമ്മൾ ക്ലോക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി ടേബിൾ എഴുതുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻപുട്ട് 1011 ആണ്. ഇനിഷ്യലി Q3യും Q2യും Q1യും Q0യും ഒക്കെ 0 ആണ്. നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് Q3യിൽ 1 കിട്ടും, അതായത് MSB Q3യിൽ കിട്ടി. ദെൻ തൊട്ടടുത്ത വാല്യൂ Q2യിൽ, തൊട്ടടുത്ത വാല്യൂ Q1ലും, തൊട്ടടുത്ത വാല്യൂ Q0യിലും കിട്ടും. ആക്ച്വലി ഇതിന്റെ കേസിൽ നമുക്കൊരു ടേബിൾ എഴുതേണ്ടുന്ന കാര്യമേ വരുന്നില്ല. കാരണം നമ്മൾ ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻപുട്ട് എന്ത് കൊടുത്തോ അത് അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിലായി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ടേബിൾ വരുന്നത്. ഇനി ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം നോക്കാനാണെങ്കിൽ ഇതാണ് ക്ലോക്ക് ഇൻപുട്ട്. ക്ലോക്ക് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് Q3യും Q2യും Q1യും Q0യും എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി Q3യും Q2യും Q1യും Q0യും 0 ആണ്. അപ്പൊ നമ്മുടെ ഇൻപുട്ട് 1011 ആണെങ്കിൽ ആദ്യത്തെ ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ MSB Q3യിൽ കിട്ടും. അതായത് നോക്കി, ഇനിഷ്യലി Q3യും Q2യും Q1യും Q0യും 0 ആയിരുന്നു. ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു, Q3യുടെ വാല്യൂ 1 ആണ്. അപ്പൊ Q3 1 ആയിട്ട് മാറി. Q2ന്റെ വാല്യൂ 0 ആണ്. സോ Q2 0 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. Q1ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ Q1 1 ആയിട്ട് മാറും. Q0യും 1 ആണ്. അപ്പൊ Q0യുടെ വാല്യൂ 1 ആയിട്ട് മാറും. ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ടൈമിംഗ് ഡയഗ്രാം വരിക. ഇനി ഇതിന്റെ കേസിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡേറ്റയെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രജിസ്റ്ററിലേക്ക് ഡേറ്റയെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലോക്കാണ് ആവശ്യമായിട്ട് വന്നത്. ദെൻ ആ ഒരു ക്ലോക്കിൽ തന്നെ ഡേറ്റ ലോഡ് ആവുകയും അതേ കണക്ക് തന്നെ ഡേറ്റയുടെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ആക്ച്വലി വരുന്നില്ല. ഡേറ്റ നമുക്ക് ആ രജിസ്റ്ററിലേക്ക് ലോഡ് ആവുകയും അതേ കണക്ക് തന്നെ ഡേറ്റ രജിസ്റ്ററിലേക്ക് ലോഡായി നമുക്ക് ഒരു ക്ലോക്ക് ആവശ്യമായിട്ട് വന്നു. ആ ലോഡായ ഡേറ്റ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വേറെ ക്ലോക്ക് ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല, അല്ലെങ്കിൽ 0 ക്ലോക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. വിച്ച് മീൻസ് ടോട്ടൽ 1 ക്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കേസിൽ
ഡേറ്റ രജിസ്റ്ററിലേക്ക് ലോഡ് ആവുകയും ചെയ്യും. രജിസ്റ്ററിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഡേറ്റ കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്.